زين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا وأنت وصيلتنا أدركنا عثنا انظرنا يا أكرم الثقلين يا كنز الورى جد لي بجودك وارضني برضاك يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي للخلق كلهم ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാർ, നീണ്ട ഒരു സംസാരത്തിന് ഇപ്പോൾ സമയം ഇല്ല. 10 മണിയോടുകൂടെ നമ്മുടെ ദുആ മജ്ലിസ് തീരേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അഭിമന്യരായ പ്രിയപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ ദുആയും സംസാരവും ഇവിടെ കഴിഞ്ഞു. മറ്റു പ്രിയപ്പെട്ട സാദാത്തുക്കൾ സംസാരിച്ചു. നമ്മുടെ പ്രിയ സ്നേഹിതൻ ജാബിർ സഖാഫി നല്ല നസീഹത്ത് ഇവിടെ നടത്തി. മറ്റ് പ്രിയപ്പെട്ട ഉസ്താദന്മാരും സ്നേഹികൾ, നമ്മുടെ വേണ്ടപ്പെട്ട പ്രഗത്ഭരായ നേതാക്കൾ എല്ലാവരും നമ്മോട് കൂടെയുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറാത്ത് ബറകാത്തുകൾ വർദ്ധിപ്പിക്കുമാറാവട്ടെ. വളരെ പവിത്രമാക്കപ്പെട്ട പരിശുദ്ധ റബീഉൽ ആഖിറിന്റെ തുടക്കമാകുന്ന ദിവസങ്ങളിൽ ഏറെ ദുആക്ക് ഇജാബത്തുള്ള ഒരു സമയത്തിലാണ് ലോകനേതാവ് അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അവിടുത്തെ മദ്ഹിലായി നാം ഇവിടെ ഒരുമിച്ച് കൂടി. നേരത്തെയൊക്കെ പ്രിയപ്പെട്ടവർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷകരമായി നമ്മുടെ ഈ വാൽപ്പാറയിൽ, ഈ നാട്ടിൽ സംഘടിപ്പിക്കപ്പെട്ട ആത്മീയമായ മീലാദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന, തങ്ങളെ പ്രകീർത്തിക്കുന്ന, തങ്ങളോടുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ആത്മീയ സദസ്സിലാണ് നാം ഒക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്തുകൊണ്ടും ലോകനേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, എല്ലാവരും ഓർക്കുന്ന സ്വലാത്ത്, അവിടെ ഉള്ളവരൊക്കെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് മുമ്പോട്ട് ഇരുന്നാൽ, വിഷമമില്ലെങ്കിൽ ഇങ്ങോട്ടിരുന്നാൽ ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് കൊണ്ട് സംസാരം നിർത്തി നമുക്ക് ദ്വാരം അങ്ങ് പിരിയാം. സമയം വല്ലാതെ വൈകിയിട്ടുണ്ട്. 9:30 മണിയാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ചാകെ സംസാരിക്കാനുള്ളത് കൊണ്ട് 10 മണിയോടെ നിർത്തണമെന്ന് പറഞ്ഞു. ഇനി വെറും 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 10 മിനിറ്റ് സംസാരിച്ച് നമുക്ക് അങ്ങ് ദ്വാരന്ന് പിരിയാം. എല്ലാവരും ഇങ്ങോട്ട് ഉള്ളോട്ട് കയറിയിരിക്കും. ഉറക്കനെ സ്വലാത്തും ചൊല്ല.
അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി ഖാതിമുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്. അവിടത്തേക്ക് വലിയ ആദരവ് നൽകിയിട്ടുണ്ട്. വലിയ സ്ഥാനം അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ്. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമാ. വലിയ സ്ഥാനത്തിൻ്റെ ഉടമയല്ലേ ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ ബഹുമാനം എത്രയാണ്, അവിടുത്തെ സ്ഥാനം എത്രയാണ്, അവിടുത്തെ ആദരവ് എത്രയാണ്. അതുകൊണ്ടല്ലേ അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികൾ തങ്ങളെ കുറിച്ച് പറഞ്ഞത് ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളെ എല്ലാ വിഷയങ്ങളും അങ്ങക്ക് സമർപ്പിച്ചു പോയി, എല്ലാ കാര്യങ്ങളും അങ്ങയിലേക്ക് ഏൽപ്പിച്ചു പോയി എന്നല്ലേ സ്വഹാബികൾ തങ്ങളോട് പറഞ്ഞത്. ആ രൂപത്തിൽ സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ച സ്വഹാബികൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ തങ്ങൾക്ക് വലിയ സ്ഥാനം അല്ലാഹു കൊടുത്തില്ലേ. അതുകൊണ്ടല്ലേ 1,24,000 അപ്പുറം വരുന്ന, അതല്ല 2,24,000 വരുന്ന അമ്പിയാക്കന്മാരിൽ തുടക്കം കുറിക്കുന്നു അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം. അവസാനത്തെ നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ പേരിലല്ലേ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു കൽപ്പിച്ചത്, അവിടുത്തെ മലക്കുകളോട് കൽപ്പിച്ചത്, വിശ്വാസികളായ നമ്മയോട് ചൊല്ലാൻ പറഞ്ഞത്. ഖുർആൻ അത് ഓർമ്മപ്പെടുത്തിയ കാര്യമല്ലേ. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ആ രൂപത്തിൽ അല്ലാഹു ജല്ല ജലാലുഹു തങ്ങൾക്ക് വലിയ സ്ഥാനവും ബഹുമാനവും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാൽ, ആ തങ്ങളെ മഹബത്ത് വെക്കാൽ അടിമകളാകുന്ന നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമല്ലയോ. അതുകൊണ്ടല്ലേ ആ തങ്ങളെ സ്നേഹിക്കണമെന്ന് നമ്മെ ഏൽപ്പിച്ചത്. സ്വയം ശരീഅത്തെക്കാളിലോ നമ്മുടെ മാതാപിതാക്കളെക്കാളിലോ നമുക്ക് നൽകിയ സകല ആളുകളെക്കാളിലോ തങ്ങളെ സ്നേഹിക്കാത്ത കാലത്തോളം ഒരാളെ ഈമാനും പൂർണ്ണമാകുകയില്ലെന്നല്ലേ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സർവ്വസ്വത്തിനേക്കാൾ എന്നെ സ്നേഹിക്കാത്ത കാലത്തോളം ഒരാളും യഥാർത്ഥ മുഅ്മിനല്ല. അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ ഒരു സ്നേഹബന്ധത്തിനെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ നമ്മുടെ നാടും സദസ്സും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങളെ വലിയ രൂപേണ സ്നേഹിക്കുക, അതിനുള്ള സദസ്സാണിത്. ആ സ്നേഹബന്ധം എങ്ങനെയുമാകാം, സ്നേഹത്തിന് പരിധിയില്ല. ഏത് രൂപത്തിലും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഓരോ വ്യക്തികളെയും സ്നേഹം അങ്ങനെയാണ്.
ഹബീബായ തങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ ഇഷ്ക് വെച്ച് സ്വലാത്തിലൂടെ ധാരാളം സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരിക. എപ്പോഴും സ്വലാത്തില്ല, ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ ഒന്നുമല്ല, എല്ലാ ദിവസവും നാം സ്വലാത്ത് ചെല്ലുന്ന ഒരാളുകളായി മാറുക. അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ സകല വിഷയങ്ങൾക്കും വലിയ പരിഹാരമുണ്ടാകും. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വലിയൊരു വഴി അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണെന്ന് ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ സ്വലാത്ത് കൊണ്ട് തീരാത്ത വിഷയങ്ങളില്ല, പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങളില്ല. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴി സ്വലാത്താണ്. നമ്മളൊക്കെ വിവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. രോഗങ്ങൾ സുഖപ്പെടണോ? സ്വലാത്ത് അതിന് വലിയ പരിഹാരാണ്. മക്കളുടെ കല്യാണം ശരിപ്പെടണോ? സ്വലാത്ത് ചെല്ലുക, അത് പരിഹാരാണ്. കടം വീടാൻ, വീടുണ്ടാകാൻ, മക്കളുണ്ടാകാൻ, മക്കളുടെ സ്വഭാവം നന്നാവാൻ, ഏത് വിഷയങ്ങൾക്കും പരിഹാരം അത് സ്വലാത്താണ്. സ്വലാത്ത് കൊണ്ട് എല്ലാ വിഷയങ്ങളും പരിഹരിക്കും. അതുകൊണ്ടല്ലേ ഓരോ സ്ഥലങ്ങൾ, മദ്രസകളിലും പള്ളികളിലും സ്ഥാപനങ്ങളിലും മജ്ലിസുകൾ സംഘടിപ്പിച്ച് വലിയ സ്വലാത്തിന്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിലും സ്വലാത്ത് ഉണ്ടാകും, എല്ലാ സ്ഥലങ്ങളിലുണ്ട്. സാധുവായി ഞാൻ നടത്തുന്ന കർണാടകയിലെ എന്റെ സ്ഥാപനത്തിൽ നടന്നു വരുന്ന ആത്മീയമായ സ്വലാത്തിന്റെ മജ്ലിസ് ജ്യേഷ്ഠ സഹോദരൻ സയ്യിദ് ബായാർ തങ്ങൾ നടത്തുന്ന 10,000 സംഗമിക്കുന്ന മാസാന്ത സ്വലാത്തുണ്ട്. അതുപോലെ ഒട്ടും കുറവില്ലാതെ എന്റെ സ്ഥാപനത്തിലും ഞങ്ങൾ നടത്തി വരുന്ന ആത്മീയമായ മജ്ലിസ് ഉണ്ട്. ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടും. അക്കൂട്ടത്തിൽ 100 കണക്കിന് മാരകമായ ക്യാൻസർ പിടിപെട്ട് 4th സ്റ്റേജ് കഴിഞ്ഞ് ബ്രെയിൻ ട്യൂമർ, കിഡ്നിക്ക് തകരാറ്, അറ്റാക്ക് സംഭവിച്ച എത്രയോ വലിയ വലിയ രോഗികൾ ആംബുലൻസിലും മറ്റു വാഹനങ്ങളിലും വിശാലമായ ഗ്രൗണ്ടുകളിൽ കൊണ്ടുവന്ന രോഗികൾ, കുടുംബങ്ങൾ ഒന്നിച്ച് വാഹനത്തിൽ കിടന്ന് ഇരുന്ന് പല പ്രാവശ്യം മജ്ലിസിലങ്ങ് കൂടുമ്പോൾ ആ രോഗം പച്ചയായി സുഖപ്പെടുകയാണ്. എന്തേ കാരണം? അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തീരാത്ത വിഷയങ്ങളില്ല, ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായിരിക്കുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ യകുഫീക ഹമ്മു ദുനിയ വഹമ്മുൽ ആഖിറ. ഓ ഉബയ്യേ, അങ്ങക്ക് ദുനിയാവിലെ ആഖിറത്തിലെ സകലമാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അത് സ്വലാത്താണെന്ന് ലോകത്ത് പഠിപ്പിച്ച നേതാവ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും സ്വലാത്ത് എപ്പോഴും ചൊല്ലുക. തങ്ങളെ വല്ലാതെ മഹബ്ബത്ത് വെക്കുക. ആ തങ്ങളോടുള്ള സ്നേഹബന്ധം നമ്മുടെ കൽബിലുണ്ടാകുക. നേരത്തെ പറഞ്ഞതുപോലെ മഹബ്ബത്തിനക്ക് പരിധിയില്ല, അത് എങ്ങനെയാവാം. അതുകൊണ്ടല്ല ഞാൻ വാക്ക് ചുരുക്കുകയാണ്, സമയമില്ല സംസാരിക്കാൻ. 10 മണിക്ക് നിർത്തണം. ഞാൻ വാക്ക് ചുരുക്കുന്നു. മഹാനായിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹബ്ബ്, തങ്ങളോടുള്ള സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വഫാത്തായി കിടക്കുകയാണ്. ആ മദീന വിട്ടിട്ട് ഞാൻ ഒരു നാട്ടിലേക്കും പോകുന്നില്ല എന്നാണ് മഹാനായിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതും തങ്ങളോടുള്ള ഒരു സ്നേഹം. തങ്ങൾ കിടക്കുന്ന മദീനയിൽ നിന്ന് വേറെ എങ്ങോട്ടും ഞാൻ പോകുന്നില്ല, വേറെ സ്ഥലമില്ലാത്തത് കൊണ്ടല്ല, അത് ഹബീബിനോടുള്ള ഒരു മഹബത്തിന്റെ ഒരു ഭാഗം. അതേ സമയത്ത് മഹാനായിരിക്കുന്ന ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ മദീനയിലെ പള്ളിയിലെ വാങ്ക് കെടുക്കുന്ന മുഅദ്ദിനായിരുന്നല്ലോ. നമുക്കൊക്കെ അറിയാവുന്ന താരീഖുകളല്ലേ, ഞാൻ വിശാലമായി സംസാരിക്കുന്നില്ല. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ വഫാത്തിന്റെ ശേഷം അവിടുന്ന് എന്തു പറഞ്ഞു? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാതെ, തങ്ങൾ ഹയാത്തിലില്ലാത്ത മദീനയിൽ ഞാൻ ഇല്ല.
എന്ന് പറഞ്ഞുകൊണ്ടല്ലേ മഹാനവർ അവിടുന്ന് മദീന വിട്ട് നേരെ കൂഫയിലേക്ക് പോയി. മദീനയിൽ മഹാനായിരിക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന് നിൽക്കാൻ കഴിയുന്നില്ല. എന്തേ കാരണം? നബിതങ്ങളില്ലാത്ത മദീനയിൽ ഞാനില്ലല്ലോ. ഒരുപാട് മാസങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞു. മദീനയിലേക്ക് വരാതെയായപ്പോൾ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനാമിൽ വരികയാണ്, സ്വപ്നത്തിൽ വരികയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഹബീബായ തങ്ങൾ മനാമിൽ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ചോദിക്കുന്നു. ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ്. തങ്ങൾ ചോദിക്കുകയാണ്, ഓ പ്രിയപ്പെട്ട ബിലാൽ തങ്ങളെ, എന്തേ എന്നോട് നിങ്ങൾ ദേഷ്യത്തിലാണോ? എന്നോട് നിങ്ങൾ പ്രയാസത്തിലാണോ? ഞാൻ കിടക്കുന്ന മദീനയിലേക്ക് എന്തേ ബിലാലേ നിങ്ങൾ വരുന്നില്ല? എന്നോട് ചൊടിയുണ്ടോ ബിലാലേ? ബിലാൽ റളിയല്ലാഹു അൻഹു ഉറക്കം തെളിഞ്ഞു. നേരെ പോകുന്നു ഇലാ ഹളറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് റൗളയിലെത്തിയിട്ട് അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ, യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഞാൻ മദീനയിൽ വരാത്തതിൻ്റെ കാരണം തങ്ങളോട് വിഷമങ്ങൾ ഉണ്ടായിട്ടല്ല, എനിക്കൊരു പ്രയാസവും ഉണ്ടായിട്ടല്ല. പിന്നെയോ ഞാൻ വരാത്തത് അങ്ങ് ഹയാത്തിലില്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല നബിയേ. തങ്ങളോട് സങ്കടം പറഞ്ഞു. അതുകൊണ്ട് മാപ്പ് തരണം യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിട്ട് അവിടുന്ന് പൊരുത്തം ചോദിക്കുന്നു. ബിലാൽ തങ്ങൾ മദീനയിൽ വന്നപ്പോൾ അവിടെ താമസിക്കുന്ന അവിടെ മദീനയിലെ പ്രിയപ്പെട്ട സ്വഹാബികൾ ഉൾപ്പെടെ എല്ലാവർക്കും വലിയ സന്തോഷമായി പോയി. സുബ്ഹാനല്ലാഹ്, ബിലാൽ തങ്ങളെ വരവ് ജനങ്ങൾക്ക് വലിയ ആഗ്രഹം തോന്നിപ്പോയി. എന്തേ കാരണം? ഹബീബായ തങ്ങള് ഹയാത്തിലുണ്ടായപ്പോൾ സദാസമയം വാങ്ങുകൊടുത്ത ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഇന്ന് നമ്മുടെ നാട്ടിലെത്തിപ്പെട്ടല്ലോ. ആ പ്രിയപ്പെട്ട ബിലാൽ തങ്ങളെ വാങ്ങ് ഒന്ന് കേൾക്കാൻ കൊതിയാകുന്നു. എല്ലാവരും കൂടെ ബിലാൽ തങ്ങളെ സമീപിക്കുകയാണ്. പറഞ്ഞു, പ്രിയപ്പെട്ട ബിലാൽ തങ്ങളെ, അവിടുത്തെ വാങ്ങൊന്നു കേൾക്കാൻ വല്ലാത്ത ആഗ്രഹം തോന്നുന്നു. ഇന്നത്തെ ദിവസം അങ്ങ് ബാങ്ക് കൊടുക്കുമല്ലോ. ബിലാൽ തങ്ങൾ അവിടുന്ന് വൈമനസ്യം തോന്നിക്കുകയാണ്. അവിടുന്ന് പറയുകയാണ്, ഇല്ല ഇല്ല, എനിക്ക് തങ്ങളില്ലാത്ത മദീനയിൽ വാങ്ക് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല സ്വഹാബാ. ബിലാൽ തങ്ങൾ ഒഴിഞ്ഞു മാറിയപ്പോൾ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഇടപെടുന്നു. ചോദിക്കുന്നു ബിലാൽ തങ്ങളോട്, പ്രിയപ്പെട്ട തങ്ങളെ, ഞങ്ങൾ അവിടുത്തെ പേരമക്കളല്ലയോ? ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുമല്ലോ. അതുകൊണ്ടൊന്ന് വാങ്ങു കൊടുക്കൂ ബിലാല് റളിയല്ലാഹു അൻഹുവിനോട്. പ്രിയപ്പെട്ട പേരമക്കൾ പറഞ്ഞപ്പോ തട്ടാൻ പറ്റിയില്ല, മുടക്കാൻ പറ്റിയില്ല. മേറാബിൽ കയറിയിട്ട് വാങ്ങ് കൊടുക്കാൻ തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അഷ്ഹദു അന്ന മുഹമ്മദൻ എന്നുള്ള പേര് പൂർത്തിയാക്കാൻ പറ്റാതെ, പൂർത്തിയാക്കാൻ കഴിയാതെ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് അങ്ങ് ബോധരഹിതനായി നിലത്ത് വീണുപോയി. ബോധം തെളിഞ്ഞപ്പോൾ കൂട്ടുകാർ ചോദിച്ചില്ലേ, എന്തേ ബിലാലേ നിങ്ങൾ അവിടുന്ന് വീണുപോയത്, അവിടുന്ന് അബോധാവസ്ഥയിൽ എത്തിയതെന്തേ? പറഞ്ഞു, ബിലാൽ തങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ ഹബീബായ തങ്ങൾ ഹയാത്തിലില്ലാത്ത മദീനയിൽ എനിക്ക് വാങ്ങു കൊടുക്കാൻ കഴിയില്ല എന്നല്ല മാത്രമല്ല എനിക്ക് നിൽക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഈ മദീനയിൽ വരാത്തത്. മഹാനായിരിക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ലൈവിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട പരിസരക്കാരെ, പ്രവാസികളെ, പ്രിയപ്പെട്ട സ്നേഹികളെ, അതും ഒരു മഹബ്ബത്തല്ലയോ? അതേ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് മരണം വഫാത്ത് ഹാലരായ സമയോ, മരണത്തിന്റെ സമയമെത്തിയപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ കരയുകയാണ്. തേങ്ങി തേങ്ങി കരയുന്ന ഭാര്യയെ കാണുന്നു. ബിലാൽ തങ്ങൾ ചോദിച്ചില്ലേ, പ്രിയപ്പെട്ട പെണ്ണേ, എന്തേ നീ കരയുന്നത്, എന്തിനാ വിഷമിക്കുന്നത്? എൻ്റെ മരണത്തിന്റെ കാര്യമോർത്ത് നീ കരയേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഞാൻ മരണപ്പെടുകയാണെങ്കിൽ എനിക്കത് വലിയ സന്തോഷമല്ലേ? എന്തേ കാരണം? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്കല്ലേ ഞാൻ പോകുന്നത്. എൻ്റെ യാത്ര അങ്ങോട്ടല്ലേ. മരണത്തിൻ്റെ സമയം എന്നെ സ്വീകരിക്കുന്ന നേതാവ് അത് റസൂലുള്ള തന്നെ. ഖബറിൽ പോയി എന്നെ വെക്കുമ്പോൾ എന്നെ ഏറ്റുവാങ്ങുന്ന നേതാവ് അത് ഹബീബായ തങ്ങൾ തന്നെ. അതുകൊണ്ട് വിഷമിക്കണ്ട പെണ്ണ് എന്നല്ലേ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതെങ്കിൽ, ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഹബീബിനെ വല്ലാത്ത രൂപത്തിൽ സ്നേഹിക്കുക. നാം എപ്പോഴും തങ്ങളെ മഹബത്ത് വെക്കുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, ദിക്ർ ചൊല്ലുക, ഇസ്തിഗ്ഫാർ പറയുക, ഹദാദ് വർദ്ധിപ്പിക്കുക. ഒരൊറ്റ വക്ത് ഫർള് നിസ്കാരം നഷ്ടപ്പെടുത്തണ്ട. ഒരു ഹറാമുകളും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഒരു തമ്മാടിത്തരങ്ങളും ചെയ്യണ്ട. നാവ് കൊണ്ട് കളവ് പറയണ്ട. ഒരാളെയും ഗീബത്ത് പറയണ്ട. ഒരാളെ കുറിച്ചും ഇൻസൾട്ടാക്കി പറയണ്ട. അത് വലിയ ഗൗരവമുണ്ടെന്നല്ലേ ഇമാം ബുഖാരി തങ്ങൾ പഠിപ്പിച്ചത്. വറത്തിബ് ലിസാനക ബിദിക്രില്ലാഹ്, അല്ലാഹ് നൽകിയ നാവില്ലേ അത് റബ്ബിന്റെ പൊരുത്തത്തിൽ ഉപയോഗിക്കൂ. ഒരാളെ പറ്റിയും കുറവാക്കി പറയണ്ട. ഒരൊറ്റ തങ്ങന്മാരെ, ഒരു സാധാതുക്കളെ നിങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ട് നിങ്ങൾ കുറവാക്കി പറയണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളാണോ നിങ്ങൾ അഭിപ്രായം പറയണ്ട. ഏത് ഗ്രൂപ്പിലുള്ള ആളുകളാവട്ടെ നിങ്ങൾ കുറവാക്കണ്ട, അഭിപ്രായങ്ങൾ പറയണ്ട. ഒരാളെ കുറിച്ചും നിങ്ങളൊന്നും പറയണ്ട. അത് വലിയ തെറ്റാണ്, അത് ഗീബത്താണ്. ഇമാം ബുഖാരി തങ്ങൾ പഠിപ്പിച്ചതല്ലേ, ഇയ്യാകും വൽ ഗീബത്ത് ഫഇന്നൽ ഗീബത്ത് അശദ്ദു മിനസ് സിനാ. വലിയ ഗൗരവമുണ്ടെന്നല്ലേ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ വാക്കു ചുരുക്കുന്നു, നല്ല രൂപത്തിൽ ജീവിക്കുക, നല്ലവനായി പ്രവർത്തിക്കുക. അവസാനം മരിക്കുന്ന സമയം ആഖിബത്ത് നന്നായി മരിക്കാൻ കഴിയണം. ഇവിടെ കാലകാലം ജീവിക്കില്ല, വളരെ ചുരുങ്ങിയ കാലമാണ് നമ്മുടെ ജീവിതം. മഹാന്മാരായ സൂഫിയാക്കന്മാര് ഈ ഭൂമിയെ പരിചയപ്പെടുത്തിയത് അദ്ദുനിയാ ദാറുൽ ഫനാ വൽ ആഖിറതു ദാറുൽ ഖുലൂദ്. ഇവിടുത്തെ ജീവിതത്തിന് നിലനിൽപ്പ്
നിലനിൽപ്പില്ല. ഭാര്യ ഭർത്തൃ ജീവിതം, മക്കള്, ഭർത്താവ്, ഭാര്യ, കുടുംബങ്ങള്, വീട്, ഫ്ലാറ്റ്, കൊട്ടാരം, കൃഷി, ബിസിനസ്, ഒന്നിനും നിലനിൽപ്പില്ല. എല്ലാം നശിക്കുന്ന ലോകമാണ്. നശിക്കാത്ത ലോകം വല്ലാഖിറത്തു ദാറുൽ ഖുലൂദ്. ഖുർആൻ പറഞ്ഞു വല്ലാഖിറത്തു ഖൈറുൻ വബഖാ. ശേഷിക്കുന്ന ലോകം അത് പാരത്രിക ലോകമാണ്. വളരെ ചുരുങ്ങിയ കാലം നമ്മുടെ ജീവിതം. എപ്പോഴാണ് നമ്മുടെ മരണം സംഭവിക്കുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. എപ്പോഴും മരിക്കും. ഏത് സമയവും മരണം നമ്മളെ പിടികൂടും. അൽ മൗതു ഹഖ്. മരണം അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്, അതിലൊരു സംശയമില്ല. ഇന്നലെ ഞാൻ ഈ 10-10:30 മണി സമയത്ത് കർണാടകയിൽ മംഗലാപുരം ബജ്പേയി എയർപോർട്ടിന്റെ പരിസരത്തായിരുന്നു ഇന്നലെ സ്വലാത്തിന്റെ വാർഷിക മജ്ലിസ്. അത് കഴിഞ്ഞിട്ടാണ് 11:30 മണിക്ക് ഇന്നലെ മംഗലാപുരത്തുനിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു. ഈ സമയം വരെ യാത്രയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നലെ ആ സദസ്സിൽ കൂടിയ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഇന്ന് മരണപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞു. അറ്റാക്കിൽ മരണപ്പെട്ടു എന്നാണ് കുടുംബങ്ങൾ വിളിച്ചു പറഞ്ഞത്. റബ്ബേ, ആ സഹോദരിക്ക് നീ മഅഫിറത്ത് നൽകണം റഹ്മാനെ. അങ്ങനെ എത്രയോ ആളുകൾ. കഴിഞ്ഞ ആഴ്ച ഞാൻ കോയമ്പത്തൂരിൽ ഉണ്ടായിരുന്നു. കോയമ്പത്തൂർ ടൗണിൽ ഒരു മീലാദ് പരിപാടി സംബന്ധിച്ചിരുന്നു. അവിടുന്ന് നമ്മുടെ പ്രിയപ്പെട്ട സംഘടനാ നേതാക്കൾ പ്രത്യേകം പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മസ്കത്തിൽ അറ്റാക്കിൽ മരണപ്പെട്ടു പോയെന്ന്. റബ്ബേ, ആ ചെറുപ്പക്കാരനെയും മഅഫിറത്ത് നൽകണം റഹ്മാനെ. അങ്ങനെ ഓരോ ദിവസങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മരണമാണെങ്കിൽ 60-70 വയസ്സിന്റെ ഇടയിലാണ് നമ്മുടെ ജീവിതമെന്നെങ്കിൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏത് സമയവും മരണം പിടികൂടും. അതിന് വയസ്സിന്റെ കണക്കില്ല. സംസാരം പൂർത്തിയാക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന ഉസ്താദന്മാര്, സാദാത്തുക്കള്, നിങ്ങളൊക്കെ ഇരിക്കുന്ന കസായിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. ഏത് സമയവും മരണം പിടികൂടും. എപ്പോഴും മരിക്കും. അത് പ്രത്യേക വയസ്സൊന്നും വേണ്ട. ചെറിയ കുട്ടികൾ മരിക്കും, ചെറുപ്പക്കാർ മരിക്കും, പല പ്രായക്കാർ ഇവിടെയുണ്ട്. എനിക്ക് ഏകദേശം 39-40 വയസ്സ് ആവാനായി. എപ്പോഴാണ് എന്റെ മരണം എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. 40-ഉം 50-ഉം 60-ഉം കഴിഞ്ഞവർ ഇവിടെ ഇല്ലേ? ചെറിയവരില്ലേ? എപ്പോഴാണ് നമ്മുടെ മരണം ഒരാൾക്കും പറയാൻ കഴിയില്ല. ഏത് സമയവും മരിക്കും. ആ മരണം ഉണ്ടെന്നൊരു ചിന്ത നമ്മുടെ ഖൽബിൽ എപ്പോഴും വേണം. അങ്ങനെ മരിക്കുന്ന സമയം ആഖിബത്ത് നന്നായി ഉസ്നുൽ ഖാത്തിമയിൽ, സുഉൽ ഖാത്തിമയിൽ പെടുത്താതെ അവസാന ശ്വാസം നിൽക്കുമ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിൽ പിരിയാൻ നമുക്ക് കഴിയണം. അല്ലാഹുവേ, ഞങ്ങളെ ആത്മീയമായ മദ്ഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മീലാദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ആത്മീയമായ മീലാദ് കോൺഫറൻസ്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ അവസാനം നീ നന്നാക്കി തരണം റഹ്മാനെ. ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഒരു 10 ദിക്റും സ്വലാത്തും ഇസ്തിഗ്ഫാറും പറഞ്ഞ് പെട്ടെന്ന് ദ്വാരന്ന് മജ്ലിസ് അങ്ങ് പൂർത്തിയാക്കാം. ഒരുപാട് ആളുകൾ നമ്മുടെ സദസ്സിൽ, ഒരുപാട് ഉസ്താദന്മാർ. നാളെ പോയിട്ടില്ലേ? ഞാൻ നാളെ പോയിക്കണമെന്ന് കരുതിയത്. ഒരുപാട് പ്രായമുള്ള ആളല്ലേ. അള്ളാഹു നല്ല ആഫിയത്ത്, ദീർഘായുസ്സും അള്ളാഹു നൽകുമാറാവട്ടെ. അവിടുത്തെ പേരമക്കളൊക്കെ ഉണ്ട്, നമ്മുടെ കുടുംബക്കാരും കൂടെയാണ്. അള്ളാഹു അവർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകട്ടെ. ഒരുപാട് ഉസ്താദന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. ഓരോരുത്തരെ പേരിങ്ങ പറഞ്ഞ് സമയം വൈകുന്നില്ല. നമ്മുടെ എല്ലാവരും സഹോദരന്മാരെല്ലാവരും ഇവിടെയുണ്ട്. അള്ളാഹുവേ, ഖൈറാത്ത് ബറക്കാത്തുകൾ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം.
أستغفر الله العظيم، 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 أستغفر الله العظيم. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയും ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ എ പി ഉസ്താദ് ഉൾപ്പെടെ അല്ലേ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നൂറു സ്വാദാത്ത് ബയാർ തങ്ങൾ ഉൾപ്പെടെ മന്ദിരിച്ച തേന് ഇവിടെയുണ്ട്. നിങ്ങളൊക്കെ നിങ്ങൾ സദസ്സിൽ ഇപ്പോൾ അങ്ങോട്ട് നൽകുന്നുണ്ട്. മുഴുവൻ സഹോദര സഹോദരിമാരും നല്ലൊരു സ്വതക്ക നൽകിയിട്ട് അത് ഏറ്റെടുക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളെ സദസ്സിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരും. സഹോദരിമാരുടെ ഭാഗത്തേക്ക് രണ്ട് ചെറിയ കുട്ടികളങ്ങ് പറഞ്ഞയച്ചാൽ എല്ലാ ആളുകളും, നിങ്ങൾ പൈസ ഒന്നും കൊടുത്തിട്ടുണ്ടാകില്ല, ഒരു 100 രൂപയിൽ ചുരുങ്ങാത്ത ഒരു സംഖ്യ നിങ്ങളൊക്കെ നൽകിയിട്ട് ആ തേനെ കൈവശപ്പെടുത്തുക. പൈസ കൊടുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു സമയത്ത് ഇങ്ങോട്ട് എത്തിക്കുക. ഉള്ളവർ കൊടുക്കുക, അങ്ങോട്ട് കൊടുക്കുക. നോക്കി സമയം കളയണ്ട, പെട്ടെന്ന് ദ്വാരം അങ്ങ് പിരിയും ഇൻഷാ അല്ലാഹ്. ഉറക്ക സ്വലാത്തും ചൊല്ലി ദിക്റ് ചൊല്ലി അസ്തഗ്ഫിറുല്ലാഹൽ അളീം أستغفر الله العظيم، أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم. جددوا إيمانكم ونوروا قلوبكم بقوله لا إله إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله، إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله، إله إلا الله، إلا الله، لا إله إلا الله، لا إله إلا الله، إله إلا الله، إلا الله، لا إله 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 إلا الله، إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله. محمد رسول الله صلى الله عليه وسلم. يا حي يا قيوم، 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 يا قيوم، يا حي 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 يا قيوم برحمتك نستغيث يا الله. إن شاء الله ഒരു 10 സ്വലാത്തിലാണ് തേനോടങ്ങനെ കൊടുക്കും. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നമ്മുടെ മജ്‌ലിസ് അലങ്കോലപ്പെടണ്ട. ഇൻഷാ അല്ലാഹ് അങ്ങ് തേനൊക്കെ അങ്ങോട്ട് തരും. നിങ്ങൾ ഇൻഷാ അല്ലാഹ് നല്ല ഇഖ്ലാസോടുകൂടെ ഒരു 10 സ്വലാത്ത് നല്ല ഇഖ്ലാസോടുകൂടെ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. നിങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള നല്ലൊരു സ്വതക്ക നിങ്ങളെ കൽബിൽ ഇപ്പോൾ നിയ്യത്ത് കരുതുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ലൊരു സ്വതക്ക ദുആ കഴിഞ്ഞതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് ഒരു 2 മിനിറ്റ് ഞങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ നിങ്ങളൊക്കെ അതിങ്ങോട്ട് കൊണ്ടുവരിക. അത് കഴിഞ്ഞിങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് തബറുക്കിൻ്റെ ഭക്ഷണം
തബറുക്കിൻ്റെ ഭക്ഷണമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിരിഞ്ഞു പോകുമ്പോൾ അതും നിങ്ങളൊക്കെ കൈവശപ്പെടുത്തുക. ലേലമിന് തബറുക്കിൻ്റെ കോഴിയുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ നമ്മുടെ ഈ സ്വലാത്തിനോടുള്ള നമ്മുടെ ഈ മജ്ലിസിനോടുള്ള ഒരു മഹബത്തിൻ്റെ പേരിലാണ് ഇത്ര പ്രായമുണ്ടായിട്ടും വലിയൊരു ആഫിയത്തൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ പ്രായമുള്ള സദാത്തുക്കളൊക്കെ ഇങ്ങനെ സദസ്സിൽ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മജ്ലിസിൻ്റെ വലിയൊരു ബറക്കത്താണ്. അള്ളാഹു അവർക്കും അവരുടെ കുടുംബത്തിനും നമുക്കെല്ലാവർക്കും ഖൈറാത്ത് ബറക്കാത്തുകൾ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മൾ ലൈവ് ഇവിടെ ഇടുന്ന ലത്തീഫിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ദ്വാരിക്കാൻ പറഞ്ഞു. അള്ളാഹു ലത്തീഫിൻ്റെ ഉമ്മാക്ക് അവിടുത്തെ ബർസഖിയ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഈ മജ്ലിസൊക്കെ അവരെ ഖബറിലേക്കൊരു നേരം പോക്കാക്കി നീ കാണിക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം ദ്വാരിക്കുക. ആത്മാർത്ഥമായി ആമീൻ പറയുക. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഖബൂലാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك سيدنا يا رسول الله صلى الله عليه وسلم. يا سيدنا يا حبيب الله صلى الله عليه وسلم. يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا وأنت وصيلتنا أدركنا أغثنا انظرنا يا رسول الله صلى الله عليه وسلم. يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا قهار يا الله يا منتقم يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നിന്റെ ഫضل കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീനായ അഷ്റഫുൽ ഖൽഖ് പാപ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട ആത്മീയമായ മീലാദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ നടത്തുന്ന ഈ മീലാദ് കോൺഫറൻസ് മജ്ലിസ് എല്ലാ അർത്ഥത്തിലും ഞങ്ങളിൽ നിന്ന് റബ്ബാകുന്ന നീ ഖബൂലാക്കി തരണം റഹ്മാനെ. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങൾ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ധാരാളം ദിക്റുകൾ ഇസ്തിഗ്ഫാറുകൾ ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട്, സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട്. എല്ലാം ഞങ്ങളിൽ നിന്ന് റബ്ബാകുന്ന നീ ഖബൂലാക്കി തരണേ അല്ലാഹ്. ചൊല്ലിയ ഇസ്തിഗ്ഫാറുകൾ കാരണം ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളെ സ്നേഹികളെ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരന്മാര് സഹോദരിമാര് ഈ നാട്ടിലും പരിസര നാട്ടിൽ അതുപോലെ തന്നെ ലൈവിൽ ശ്രദ്ധിക്കുന്ന പരിസരങ്ങളിൽ ഗൾഫ് നാട്ടിലെ പ്രവാസികൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങളിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ കാരണം ദുനിയാവിലും ആഖിറത്തിലും നീ ശിക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ, വഷളാക്കല്ലേ അല്ലാ. എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റബ്ബേ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ കാരണം ഞങ്ങളെ മക്കളെ നീ രോഗികളാക്കല്ലേ അല്ലാ, ദാരിദ്ര്യത്തിൽ പെടുത്തല്ലേ അല്ലാ, കടക്കാരാക്കല്ലേ അല്ലാ. എല്ലാം ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണം റബ്ബേ. റബ്ബന ളലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഞങ്ങൾ ഉയർത്തിയ കൈകൾ വസ്തയാക്കാതെ ഇജാബത്ത് നൽകണം റഹ്മാനെ.
അർഹമുർറഹീമായ റബ്ബേ, ഞങ്ങൾ ഈ സദസ്സിൽ ചൊല്ലിയ ദിക്റുകൾ തഹ്ലീലുകൾ ഞങ്ങളിൽ നിന്ന് അടുത്തും മറ്റുമായി കൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർ ഖബറിൽ വിശ്രമിക്കുന്നു. അക്കൂട്ടത്തിൽ ഞങ്ങളെ മാതാപിതാക്കളുണ്ട്, ഉസ്താദന്മാര്, സാദാത്തുക്കള്, മശായിഖന്മാര്, പ്രിയപ്പെട്ട കൂട്ടുകാര്, കുടുംബക്കാര്, സ്നേഹികൾ, നാട്ടുകാര്, പ്രിയപ്പെട്ട നാട്ടിലെ പരിസര ഗൾഫ് നാട്ടിലെ പ്രവാസികൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഖബറിൽ കിടക്കുന്നുണ്ട്. അവരെ ഖബറിലേക്ക് ചൊല്ലിയ ദിക്റിന്റെ മിസ്ലു സവാബുകൾ എത്തിക്കണം റബ്ബേ. ഈ മജ്ലിസ്ക്ക് അവരെ ഖബറിലേക്ക് ഒരു നേരം പോക്കാക്കി നീ കാണിക്കണം അല്ലാഹ്. അർഹമുർറഹീമായ റബ്ബേ, ഞങ്ങൾ ജീവിതത്തിൽ പറഞ്ഞ എല്ലാ സ്വലാത്തുകളും സലാമുകളും പ്രത്യേകം ഇന്നത്തെ ഈ മജ്ലിസിൽ ചൊല്ലിയ മുത്തബറക്കായ സദസ്സിൽ ചൊല്ലിയ സ്വലാത്ത് സലാമുകൾ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹനീയ ഹളറത്തിൽ എത്തിച്ച് ആ തങ്ങളോടുള്ള ഇഷ്ക് മഹബത്ത് ഞങ്ങളെ ഖൽബിൽ വർദ്ധിപ്പിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അർഹമുർറഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള, ഇസ്സത്തുള്ള, ബറക്കത്തുള്ള, റിഫഅത്തുള്ള ജീവിതം നൽകണം റഹ്മാനെ. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും റബ്ബാകുന്ന നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. എത്രയോ ആളുകൾ മാരകമായ രോഗങ്ങളാൽ പരീക്ഷിക്കപ്പെട്ട് പ്രത്യേകം ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ നേതൃത്വം തങ്ങളുപ്പാപ്പയോടും മറ്റു സാദാത്തുക്കൾ, ഇവിടുത്തെ ഉസ്താദന്മാര്, പ്രിയപ്പെട്ടവരോടൊക്കെ പ്രത്യേകം ഇന്നത്തെ സദസ്സിൽ ദ്വാരിക്കാൻ പറഞ്ഞ കൂട്ടത്തില് മാരകമായ ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, കിഡ്നിക്ക് തകരാറ്, അറ്റാക്ക് തുടങ്ങിയ നിരവധി രോഗങ്ങളാൽ പരീക്ഷിക്കപ്പെട്ട് വിഷമത്തിൽ കഴിയുന്ന രോഗികൾ ദ്വാരിക്കാൻ പറഞ്ഞവരിലുണ്ട്. എല്ലാ രോഗികൾക്കും റബ്ബാകുന്ന നീ ശിഫാ നൽകണേ അല്ലാഹ്, പൂർണ്ണമായ സുഹത്ത് നൽകണേ അല്ലാഹ്. അങ്ങനെ ആരെല്ലാം ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന, വെന്റിലേറ്ററിലും ഐസിയിലും ഹോസ്പിറ്റലുകളിൽ വീടുകൾ വിശ്രമത്തിൽ കഴിയുന്ന രോഗികളുണ്ട്, ഞങ്ങളെ കുടുംബത്തിലുണ്ട്, നാടുകളിലുണ്ട്, പറയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവരിലുണ്ട്. എല്ലാവർക്കും പൂർണ്ണമായ സുഖം നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് നൽകിയിട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും പറയപ്പെട്ട ഒരാളെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. എത്രയോ ആളുകള് വർഷങ്ങളായി രോഗങ്ങളിൽ അകപ്പെട്ടിട്ട് അലർജി കാരണം ജലദോഷം, തുമ്മല്, ചുമ, ചൊറിച്ചിൽ ഉൾപ്പെടെ പ്രയാസപ്പെടുന്ന രോഗികളുണ്ട്. ഹൈ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഉൾപ്പെടെ വിഷമിക്കുന്ന, ശക്തമായ തൈറോയ്ഡ്, സോറിയാസിസ്, വെള്ളപ്പാണ്ട്, HIV, ശക്തമായ തലവേദന, മൈഗ്രെയിൻ, ചെന്നിക്കുത്ത്, അൾസർ ഉണ്ടായി വയറ്റിൽ പുണ്ണുണ്ടായി വയറുവേദന, നെഞ്ഞുവേദന, പല്ലുവേദന, പെരടി വേദന, കൈക്കാൽ കടച്ചിലുകള്, അങ്ങനെ ശരീരത്തിലൊക്കെ നീര് വന്ന് മുട്ടിയിട്ട് നടക്കാൻ കഴിയാതെ ഡിസ്കിന് തകരാറ് സംഭവിച്ച് ഊരവേദന കൊണ്ട് വിഷമിക്കുന്ന, മൂത്രത്തിലും കിഡ്നിയിലും പിത്തകോശത്തിൽ കല്ലുണ്ടായി ഓപ്പറേഷൻ കഴിഞ്ഞവര്, ഓപ്പറേഷൻ പറഞ്ഞവര്, അങ്ങനെ വിവിധ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ ദ്വാരിക്കാൻ പറഞ്ഞവരിലുണ്ട്. എത്രയോ ഉമ്മമാര്, സഹോദരിമാര് ബ്ലീഡിങ്ങിന്റെ തകരാറ് പറഞ്ഞിട്ട് ഗർഭപാത്രം താന്നു ഓപ്പറേഷൻ പറഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞവര്, ഡേറ്റ് കൊടുത്തവര്, അങ്ങനെ വിവിധ രോഗങ്ങളാൽ പരീക്ഷിക്കപ്പെട്ട് വിഷമത്തിൽ കഴിയുന്ന രോഗികളെ മെഡിസിൻ ഗുളിക കുടിച്ചിട്ട് രാപ്പകലില്ലാതെ ഒരു മിനിറ്റ് പോലും ഉറങ്ങാൻ കഴിയാതെ രോഗികളെ ഞങ്ങളുമായി ദ്വാരിക്കാൻ പറഞ്ഞവരെ, 10,000 സംഗമിക്കുന്ന ഞങ്ങളെ സ്വലാത്തിന്റെ മജ്ലിസിലൊക്കെ ആയിരക്കണക്കിന് രോഗികൾ വരാറുണ്ട്. അതിൽ ചെറിയ ചെറിയ കുരുന്നു മക്കളെ പോലും
റബ്ബാകുന്ന നീ ക്യാൻസർ കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ സദസ്സിൽ ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ ഒരുപാട് രക്ഷിതാക്കൾ കൊണ്ടുവരും ചെറിയ കുട്ടികളെ. ആ കുട്ടികൾക്ക് 10 മാസം പ്രായമുണ്ട്, 11 മാസം 1ഉം 2ഉം വയസ്സുണ്ട്. ആ കുട്ടികളുടെ കണ്ണിന്റെ ലെൻസിൽ ക്യാൻസർ ആണ്, നാവിൽ ക്യാൻസർ, ബ്രെയിനിൽ ക്യാൻസർ, അങ്ങനെ ബ്ലഡ് ക്യാൻസർ, കൈലവീക്ക ക്യാൻസർ, അങ്ങനത്തെ ചെറിയ കുട്ടികളുണ്ട്. പല 8ഉം 10ഉം വയസ്സ് പ്രായം മുതൽക്കുള്ള എത്രയോ ആൺകുട്ടികൾ പെൺകുട്ടികൾ 2 കിഡ്നിയും ഫൈൽഡായി ഡയാലിസിസ് പോലും നടത്താൻ കഴിയാത്തൊരവസ്ഥയിൽ വരുന്ന രോഗികളുണ്ട്. അങ്ങനെ എത്രയോ ചെറുപ്പക്കാർ മൂത്രക്കുഴലിൽ ക്യാൻസർ പിടിപെട്ട് കഴിഞ്ഞ സ്വലാത്തിൽ കൊണ്ടുവന്നിരുന്നു. വയനാട് ജില്ലയിൽ നിന്ന് ക്യാൻസർ പിടിപെട്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ മൂത്രക്കുഴലിൽ ക്യാൻസർ പിടിപെട്ടു. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡ് ഒഴുകുന്നു, വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഇനിയും ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. മരണമാണ് ഹൈറെങ്കിൽ മരിക്കാൻ തോൽക്കണമെന്ന് പ്രിയപ്പെട്ട സ്നേഹിതൻ വയനാട് ജില്ലയിൽ നിന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട്. 10-40 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ. റബ്ബേ, അങ്ങനെ എത്ര രോഗികളാണ്, എത്രയോ സഹോദരിമാര്, ചെറുപ്പക്കാരികൾ, പ്രായമുള്ളവർ സ്തനത്തിന് ക്യാൻസർ പിടിപെട്ട് ഒരു ഭാഗം മുറിച്ചു മാറ്റി മറ്റേ ഭാഗത്തേക്കും തുടർന്നിട്ടുണ്ടെന്ന് പറഞ്ഞ എത്രയോ സഹോദരിമാര് മജ്‌ലിസിൽ കൂടാറുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും എത്രയോ രോഗങ്ങളെ വിഷയങ്ങൾ പറഞ്ഞിട്ട് വരുന്ന രോഗികളുണ്ട്. റബ്ബാകുന്ന നീ ഈ പവിത്ര മീലാദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസിന്റെ ശറഫ് കൊണ്ട് മഹാന്മാരായ സാദാത്തുക്കൾ ഒരുമിച്ച് കൂടിയ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഉപ്പാപ്പ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് റഹ്മാനെ. ഷിഫാഇന്റെ ഔദാര്യമാണ് റബ്ബേ. പൂർണ്ണമായ സുഹദ് നൽകണേ അല്ലാഹ്. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും ഞങ്ങൾക്കൊരാൾക്കും നൽകല്ലേ അല്ലാ. ഒരുപാട് കാലം രോഗികളായി ഞങ്ങളെ നീട്ടിയിടല്ലേ അല്ലാ. ഞങ്ങളെ കുടുംബക്കാര് വെറുക്കുന്ന അറക്കുന്ന ഒരു രോഗങ്ങളും ഞങ്ങൾക്കൊരാൾക്കും നൽകല്ലേ അല്ലാ. ജീവിക്കുന്ന കാലം ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിച്ച് എപ്പോഴാണ് ഞങ്ങളെ മരണം ഞങ്ങൾക്കൊരാൾക്കും പറയാൻ കഴിയില്ല. പല ആളുകൾ അറ്റാക്കിലൂടെ ആക്സിഡന്റിലൂടെ കുഴഞ്ഞു മരിച്ചു. അങ്ങനെ പെട്ടെന്ന് മരണപ്പെട്ട വാർത്തകളാണ് ആയിരക്കണക്കിന് ഞങ്ങളെ സ്നേഹികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അവരിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നീ പൊരുത്തപ്പെട്ടു കൊടുക്കണം റബ്ബേ. ഞങ്ങളെ മരണം ഏത് സെക്കൻഡിലാണോ പറയാൻ കഴിയില്ല. ഏത് സമയം ഞങ്ങൾ മരിക്കുകയാണെങ്കിലും അവസാനം ആഖിബത്ത് നന്നായി ഉസ്നുൽ ഖാത്തിമയിൽ സുഉൽ ഖാത്തിമയിൽ പെടുത്താതെ ശൈത്താന്റെ ശർറിൽ പെടുത്താതെ അവസാന ശ്വാസം മടങ്ങുമ്പോൾ മരണത്തിന്റെ വേദന കടിച്ചിറക്കുമ്പോൾ സകറാത്തിന്റെ സമയത്ത് ഒരു വ്യക്തിയോട് മരണത്തിനോട് മല്ലടിക്കുമ്പോൾ റഹ്മത്തിന്റെ മലക്കുകൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങനെ കാണിച്ചു കൊടുക്കുവത്രേ. എന്നിട്ട് മൗത്തിന്റെ സമയത്ത് ആ വ്യക്തിയോട് ചോദിക്കും, പരിചയമുണ്ടോ, അറിയോ, കണ്ടിട്ടുണ്ടോ? സകറാത്തിന്റെ അവസ്ഥയിൽ മരണത്തിന്റെ വേദന ഇഞ്ചിഞ്ചായി അനുഭവപ്പെടുന്ന സമയത്ത് റഹ്മത്തിന്റെ മലക്കുകൾ തങ്ങളെ കാണിച്ചിട്ട് ചോദിക്കുമ്പോൾ നല്ല മുത്തഖിയായ മനുഷ്യനാണെങ്കിൽ അവസാന സമയവും പറയുമത്രേ, ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രൂപത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞ് അവസാന ശ്വാസം നിൽക്കുമ്പോൾ ഉപ്പാപ്പ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട വജ്ഹ് കണ്ട് തബസ്സുമിൽ പുഞ്ചിരിയോടെ അങ്ങ് മരിക്കാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനേ. യഖ്ദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണിക്കണേ അല്ലാഹ്. ഹജ്ജ് ഉംറ നിർവഹിക്കാൻ
നൽകണേ അല്ലാ. മദീനയിൽ പല പ്രാവശ്യം എത്തിക്കണേ അല്ലാ. റബ്ബേ അർഹമുർ റഹീമായ റബ്ബേ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവർ, ലൈവിൽ ശ്രദ്ധിക്കുന്നവര്, കൂട്ടത്തിൽ പല ആളുകളും ധരിക്കാൻ പറഞ്ഞവരിൽ കല്യാണത്തിന്റെ പ്രായമെത്തി കല്യാണം ശരിപ്പാതെ വിഷമിക്കുന്നവരുണ്ട്. ഹൈറായ ഇണകളെ നൽകണേ അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. ഓപ്പറേഷൻ പ്രസവങ്ങൾ, രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. മക്കളില്ലാതെ വർഷങ്ങളായി കഴിയുന്നവരുണ്ട്. 8, 10, 15 കൊല്ലമായി മക്കളില്ല. വിഷമിക്കുന്ന ദമ്പതികൾ മജ്ലിസിൽ കൂടാറുണ്ട്. ഇവിടെയും ധരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സദാത്തുക്കളോട്, ഉസ്താദന്മാരോട് ധരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈറായ മക്കളെ നൽകണേ അല്ലാ. ഉള്ള ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് ആവശ്യത്തിനുള്ള ഇൽമ്, ഹിക്മത്ത് നീ നൽകണേ അല്ലാ. അവരുടെ പഠനങ്ങളിൽ, പരീക്ഷയിൽ വിജയം നൽകണേ അല്ലാ. ഉന്നത സ്ഥാനത്തെത്തിക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുന്ന സുന്നി മക്കളാക്കി തരണം റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കും നാടിനും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ കൊണ്ടോ ഞങ്ങളെ കൊണ്ടോ വേണ്ടപ്പെട്ടവരെ കൊണ്ടോ ഒരു ചീത്ത പേര് വരുന്ന ഒരു വിഷയങ്ങളും നീ വരുത്തല്ലേ അല്ലാ. എന്ത് ഹറാമുകൾ ഞങ്ങളെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും, കണ്ണുകൊണ്ട് കണ്ട ഹറാമ്, നാവ് കൊണ്ട് സംസാരിച്ചത്, കാതുകൊണ്ട് കേട്ടത്, കാലുകൊണ്ട് നടന്നത്, കൈകൊണ്ട് പിടിച്ചത്, കൽബ് കൊണ്ട് ചിന്തിച്ച് എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം ഞങ്ങൾക്ക് ഈ മജ്ലിസിൽ വെച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ സ്വലാത്തിന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് നീ മാപ്പാക്കിയിട്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ബാധ്യതകളോടുകൂടെ, ഹക്കുകളോടുകൂടെ ഞങ്ങളെ ഒരാളെ റൂഹുകളെയും പിടിച്ചെടുക്കല്ലേ അല്ലാ. എത്ര ആളുകളാണ് താങ്ങാൻ കഴിയാത്ത കടക്കാരാണ് ഞങ്ങളെന്ന് പറഞ്ഞ് വിഷമം പറഞ്ഞവരുണ്ട്. ബിസിനസ് പൊട്ടിയിട്ട് വിഷമിക്കുന്നവര്, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവര്, നാട്ടിലും ഗൾഫിലും വിഷമിക്കുന്ന. കഴിഞ്ഞ പ്രാവശ്യം UAE പോയപ്പോൾ പല സ്ഥലങ്ങളിലും ഞാൻ സന്ദർശിച്ചപ്പോൾ, പല പരിപാടികൾ സംബന്ധിച്ചപ്പോൾ എത്രയോ ആള് അജ്മാനിലും അല്ലയിലും ദുബൈയിലും അബുദാബിയിലും അങ്ങനെ പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാർ 7 മാസമായി, 9 മാസമായി, വർഷമായി ജോലിയില്ലാതെ റൂമിൽ കഴിയുകയാണ്. വീട്ടുകാരെ പോലും അറിയിക്കാതെ സങ്കടം പറഞ്ഞ പ്രവാസ ലോകത്ത് ജീവിക്കുന്നവർ ലൈവ് ശ്രദ്ധിച്ച് ആമീൻ പറയുന്നവരുണ്ട്. റബ്ബാകുന്ന നീ ഹൈറായ ജോലികൾ നിലനിർത്തണേ അല്ലാ. ശമ്പളത്തിൽ വർധനവ് നൽകണേ അല്ലാ. അറസ്റ്റിൽ കഴിയുന്ന കള്ളക്കേസിലും അല്ലാതെയൊക്കെ കുടുങ്ങിയ ജയിലിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർ നാട്ടിൽ ഗൾഫിലുണ്ട്. മോചനം നൽകണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ റൂഹുകളെ പിടിക്കല്ലേ അല്ലാ. എല്ലാ കടങ്ങളും പെട്ടെന്ന് വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ എളുപ്പമാക്കി തരണേ അല്ലാ. റബ്ബേ, ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, സ്നേഹിച്ചവരുണ്ട്. ഈ 2 ദിവസത്തെ പരിപാടി ഇങ്ങനെ നടത്താൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ആളുകളൊക്കെ സാമ്പത്തികമായി, ശാരീരികമായി, ഭക്ഷണത്തിലേക്കും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രൂപേണ കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാര്, നേതാക്കന്മാര്, നമ്മുടെ നാട്ടുകാര്, ഉസ്താദന്മാര്, ഇവിടെ കൂടിയ പ്രഗത്ഭര്, പ്രിയപ്പെട്ട തങ്ങളുപ്പാപ്പ നേതൃത്വം ഉൾപ്പെടെ ഇവിടെയുള്ള ചെറുപ്പക്കാര്, കാരണവന്മാര്, കുട്ടികള്, ഉമ്മമാര്, പെങ്ങന്മാര്, പരിസര ഗൾഫ് നാട്ടിലെ പ്രിയപ്പെട്ടവരുൾപ്പെടെ പല ആളുകളും സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും ഖൈറാത്ത്, ബറകാത്തുകൾ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلق